ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഹെൽത്തി ആൻഡ് ടേസ്റ്റി ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് നട്ട്സും സീഡ്സും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് നട്ട്സും സീഡ്സും ഒക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു 1/4 കപ്പോളം ബദാമാണ്. ആദ്യമായിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നവരെല്ലാം ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ നോക്കാം. ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടാണ് ഡ്രൈ റോസ്റ്റ് ചെയ്തത്. ഇനി ചേർക്കുന്നത് ഒരു 1/4 കപ്പ് കാഷ്യൂ ആണ്. 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം നമുക്ക് ഈ ഒരു ലഡു സ്നാക്കായിട്ട് കൊടുക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു അളവിൽ ഡെയിലി നട്ട്സും സീഡ്സും ഒക്കെ കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ ശരിയായ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. ഡ്രൈ റോസ്റ്റ് ചെയ്ത കാഷ്യൂവും ആ ഒരു പ്ലേറ്റിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ 1/4 കപ്പ് പിസ്താഷ്യോ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ആദ്യമായിട്ട് കുഞ്ഞുങ്ങളിൽ ഈ നട്ട്സും സീഡ്സൊക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ അലർജി ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യണം. അതിനായിട്ട് ചെറിയൊരു അളവിൽ 2-3 ദിവസം കൊടുത്തു നോക്കാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നട്ട്സും സീഡ്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒന്നിൽ പൊടിച്ചിട്ടോ പേസ്റ്റ് രൂപത്തിലോ ആക്കിയിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ തന്നെ ശ്രദ്ധിക്കാം. അടുത്തായിട്ട് ഒരു 1/4 കപ്പ് വാൾനട്ടാണ്. ഞാൻ നട്ട്സ് എല്ലാം ഈ ഒരു 1/4 കപ്പ് അളവിലാണ് എടുക്കുന്നത്. ഇതെല്ലാം തന്നെ ഈ ഒരു പ്ലേറ്റിൽ തന്നെയാണ് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുന്നത്. ഇനി ഒരു 1/4 കപ്പ് പച്ച നിലക്കടലയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കുറേ നേരം ഒന്ന് ഡ്രൈ റോസ്റ്റ് കഴിയുമ്പോൾ നല്ലോണം ക്രിസ്പി ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചോ കടിച്ചോ നോക്കാവുന്നതാണ്. ഇതിവിടെ ഇരിക്കട്ടെ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ വേറൊരു പാനിൽ ഞാൻ ഒരു 1/2 കപ്പ് മക്കാനയാണ് ഇട്ട് കൊടുക്കുന്നത്. മക്കാനിൽ ധാരാളം അളവിൽ കാൽസ്യം, പ്രോട്ടീനും മഗ്നീഷ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങളുടെ എല്ലുകളുടെയും മസിലുകളുടെയും ശരിയായ വളർച്ചയ്ക്കും പിന്നെ അതിലടങ്ങിയിരിക്കുന്ന നാരുകൾ കുഞ്ഞുങ്ങളുടെ ദഹനം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുകയും ചെയ്യാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ ഈ മക്കാന ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹോം മെയ്ഡ് സെർലാക്ക് റെസിപ്പിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് സീഡ്സ് ആണ്. സൺഫ്ലവർ സീഡ്സും പംകിൻ സീഡ്സും ആണ് ചേർക്കുന്നത്. ഈ വിത്തുകളിലെല്ലാം തന്നെ നല്ലൊരു അളവിൽ പ്രോട്ടീനും ഫൈബറും മിനറൽസും വൈറ്റമിൻസും പിന്നെ നല്ല ഹെൽത്തി ഫാറ്റ്സും അതുപോലെ തന്നെ അയൺ, മഗ്നീഷ്യം, സിങ്ക് എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നതിലൂടെയും കുഞ്ഞുങ്ങളുടെ ശരിയായ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ വളരെ സഹായിക്കുന്നു. ഞാനൊരു 8-10 ലഡുവിനുള്ള അളവിനാണ് ഈ ഒരു നട്ട്സൊക്കെ എടുത്തിരിക്കുന്നത്. കുറച്ച് നല്ലോണം കൂടുതലായിട്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്തിയിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ നട്ട്സ് എല്ലാം എടുത്തിരിക്കുന്ന ഒരു 1/4 കപ്പ് അളവിലാണ്. കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 1/2 കപ്പ് 3/4 കപ്പ് അളവിലൊക്കെ എടുക്കാവുന്നതാണ്. 10 മിനിറ്റോളം സൺഫ്ലവർ സീഡും പംകിൻ സീഡും നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം ഒരു പ്ലേറ്റിലേക്കായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഈ ചൂടൊക്കെ മാറി ഒന്ന് തണുത്ത് വരട്ടെ. നല്ലോണം ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതൊരു പൗഡർ മിക്സായിട്ട് ഉപയോഗിക്കാം, പക്ഷെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ലഡുവിനായിട്ടാണ്. നല്ല രീതിക്കൊന്ന് തരിയൊന്നും ഇല്ലാതെ പൊടിക്കുകയാണെങ്കിൽ ഇത് പ്രോട്ടീൻ മിക്സായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾ കഴിക്കുന്ന പാലിലോ അല്ലെങ്കിൽ കുറുക്കിലോ മറ്റേതെങ്കിലും ഫുഡിലോ ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു ലഡുവിനാകുമ്പോൾ നല്ലോണം ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ടിന്യൂസ് ആയിട്ട് അരച്ചുകൊണ്ടിരിക്കാതെ ഇത് ഇതുപോലെ നിർത്തി വേണം ഒന്ന് അരയ്ക്കാൻ. ഇതേപോലെ നിർത്തി അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സീഡ്സിലും നട്ട്സിലേക്കുള്ള ഓയിലൊക്കെ റിലീസായിട്ട് അതൊരു നല്ല കട്ടിയായിട്ടുള്ളൊരു പൗഡറിൻ്റെ രൂപത്തിലല്ലാതെ ആയിപ്പോകും. ഇനി അത് മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു പ്ലേറ്റിലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ശർക്കരപ്പാവാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കായിട്ട് 4 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുറുകി വരുന്നവരെ തിളപ്പിച്ചുകൊണ്ടേയിരിക്കാം. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വരെ വയ്ക്കാം. ഇതുപോലെ നല്ലോണം തിളച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരണം. അപ്പോൾ ശർക്കരയൊക്കെ നല്ലോണം അലിഞ്ഞ് വെള്ളമൊക്കെ കുറച്ച് വറ്റി ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ പൊടിയിലേക്ക് ഈ ഒരു പാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആ ചൂടോടുകൂടി തന്നെ ആ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഉരുളകളാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു ശർക്കരപ്പാവിന് പകരമായിട്ട് നമുക്ക് ഡേറ്റ്സ് ഉപയോഗിക്കാം.
നട്ട്സും സീഡ്സൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 8-10 ഡേയ്സ് കൂടി എടുത്തിട്ട് അതൊന്ന് ചെറുതായി ചൂടാക്കിയിട്ട് ഇതുപോലെ സെപ്പറേറ്റ് മിക്സിയിലിട്ട് അടിച്ച ശേഷം രണ്ടാമത് ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉരുളകളൊക്കെ എടുക്കാവുന്നതാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ്. ഇതുപോലെ ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയിട്ട് ഡെയിലി ഓരോന്ന് വീതം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലും ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും പിന്നെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെ അവസാനം നമുക്കിവിടെ നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലഡു റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് അല്ലാതെയോ ഡെയിലി നമുക്കെടുത്ത് കഴിക്കാവുന്നതാണ്. ഇവിടെ ഒരാൾക്ക് കണ്ടപ്പോൾ തന്നെ നല്ലോണം ഇഷ്ടമായി. ഇത് 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം നമുക്ക് കൊടുക്കാവുന്നതാണ്. ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.